ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മളിതാ ദുബായ് മാളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ എന്താ പറയുക, എസ്കലേറ്ററൊന്നും അല്ല കേട്ടോ, ഇതിങ്ങനെ നടക്കുന്ന സാധനമാണ്. ഉണ്ട് അവർ പൊണിഞ്ഞിട്ടൊന്ന് വീണു. എന്തിനാ അത്ര ഓട്ടം അല്ലേ? ഇതാ ദുബായ് മാൾ എത്തിട്ടോ. എൻ്റെ റബ്ബേ, എന്താന്നാ പറയുക, ഭയങ്കര തിരക്ക് കേട്ടോ. ലോകത്തെ മൊത്തം ആളുകളും ഇതിൻ്റെ അകത്താണ് തോന്നുന്നു, അത്ര തിരക്ക്. കാരണം വെച്ചാൽ ഇതിൻ്റെ പുറകിലാണ് ബുർജ് ഖലീഫ. എടോ, എന്ത് തിരക്കാണെന്നറിയാം. എല്ലാതരം ആളുകളുണ്ട്, പല ഭാഷയും പല എന്താ പറയുക, പല രൂപം പല ഭാവത്തിലുള്ള എല്ലാ ആളുകളും ഇവിടെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഞങ്ങളിതൊക്കെ കണ്ടു തള്ളിയിരിക്കുകയാണ്. എങ്ങടോ പോകണ്ടേന്നൊന്നും അറിയണില്ല. ചുറ്റും കാണുന്ന കാഴ്ചകൾ, ഓ എൻ്റെ സാറി, ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ദുബായ് മാളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ഐ ലവ് ദുബായ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശരി, എനിക്കില്ലേ എന്താ ബാല്യം ഒന്ന് തിരിച്ചു വന്ന പോലെ എല്ലായിടത്തും കൂടി ഓടി നടക്കണമെന്നുണ്ട്. പക്ഷേ ക്യാമറയുണ്ട്, പിന്നെ ഇടയ്ക്ക് കുഞ്ഞാട്ടിയുണ്ട്. ഞാനിതൊക്കെ കണ്ടിട്ടേ അലിസൺ വണ്ടർലാൻഡിൽ അലിസിനെ പോലെ എന്താ പറയുക, അത്ഭുത ലോകത്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ആഷിമോൻ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയോ? സാറ കമ്പനി, ഇതിലാണ് അവൻ്റെ സാറ കമ്പനി. അവന് ലീവ് പറഞ്ഞ് നാട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കണത് അത്ര. അപ്പം മാസ്ക് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ ഇവിടെ കണ്ടാൽ ഞാൻ നാട്ടിൽ പോയിട്ടില്ല എന്ന് പറയൂലേ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇതറിയില്ലായിരുന്നു. എന്തായാലും ശരി, നമ്മളിതൊക്കെ ഒന്ന് കറങ്ങി കാണും കേട്ടോ. എടോ, ഇത് അങ്ങടെ പോകണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. എന്തെല്ലാം അത്ഭുതങ്ങളെന്നറിയാം. എനിക്ക് വാക്കുകൾ കിട്ടണില്ല. അത്രയും സംഭവങ്ങൾ അതിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കണത്. പറയാൻ പറ്റണില്ല, പറയാൻ അങ്ങോട്ട് കഴിയണില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എത്ര ഉയരത്തിലാണ്. ഇത്രയും ഓരോ ഭാഗത്തും ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ. വാട്ടർഫാൾസിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ലൈവായിട്ട് വലിയ വലിയ ഫിഷുകൾ ഇങ്ങനെ എന്താ പറയുക, മീനും പ്രസവിക്കണം പറയാൻ ലൈവായിട്ട് കാണുമെന്ന് പറയുന്ന പോലെയാണ്. അത്രയും അങ്ങനെ ഓരോ സംഭവങ്ങളും അടിപൊളിയിട്ട് നമ്മളെ കണ്ണിൻ്റെ മുൻപിലാണ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഞാൻ എന്താ പറയുക, ഒരു മിറാക്കിളിലൊക്കെ പെട്ട പോലെയാണ്. ഇത് സ്വപ്നമാണോ എന്നൊക്കെ തോന്നിപ്പോയി. ദുബായ് മാളിൽ എത്തിയപ്പോഴൊന്നുകൂടെ ഓരോ സംഭവത്തെത്തുമ്പോഴും ഞാനിത് തന്നെയാണ്, ഇത് സത്യമാണോ, അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗം എന്തായിരിക്കും, അത് സ്വർഗം ഇങ്ങോട്ട് ഇവിടെ ഭൂമിയിൽ ഇറക്കിയിരിക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കരുതിപ്പോകും കേട്ടോ. അത്രയും ഭയങ്കര ഭംഗി, ഈ ഭംഗി കണ്ടിട്ടേ. എന്തായാലും ശരി, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു നടക്ക് പോവില്ല എന്ന് പറയുന്ന പോലെ ഇത് ഒരു എപ്പിസോഡിൽ തീരൂല. ഈ ദുബായ് മാളിൽ അനേകം കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട്. ഇപ്പം ഞാനൊന്ന് ഓടി നടക്കുകയാണ് കേട്ടോ. കാരണം അത് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഓരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നിങ്ങൾക്കൊരു ചെയ്തില്ലാത്തൊരു കാര്യം അറിയണത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലായിടത്തും കൂടിയും ഞാൻ പറഞ്ഞ പോലെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു, നാളെ കാണാം.